നമസ്കാരം. ആനസങ്കേതങ്ങളിൽ കണക്കെടുപ്പ് തുടങ്ങി. അന്തർ സംസ്ഥാന കോഓർഡിനേഷൻ കമ്മിറ്റിയുടെ തീരുമാനപ്രകാരമുള്ള കാട്ടാനകളുടെ കണക്കെടുപ്പ് ആരംഭിച്ചു. കാട്ടാനകളുടെ കണക്കെടുപ്പ് തുടരുന്നു. കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങൾ സംയുക്തമായാണ് കണക്കെടുപ്പ് നടത്തുന്നത്. 3 ദിവസത്തെ കണക്കെടുപ്പ് എല്ലാ സംസ്ഥാനങ്ങളിലും ഒരേ സമയം നടന്നുവരികയാണ്. ഇന്നലെയാണ് അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ പ്രകാരമുള്ള കണക്കെടുപ്പ് ആരംഭിച്ചത്. പരിശീലനം ലഭിച്ച വനപാലകരും ഉദ്യോഗസ്ഥരുമാണ് സർവേകൾക്കായി നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. വനങ്ങളെ ബ്ലോക്കുകളായി തിരിച്ചാണ് സർവേ നടത്തുക. ഓരോ ബ്ലോക്കിലും നിശ്ചിത എണ്ണം ഉദ്യോഗസ്ഥർ കണക്കെടുപ്പിൽ പങ്കാളികളാകും. കണക്കെടുപ്പിൽ ലഭിക്കുന്ന വിവരങ്ങൾ വിശകലനം ചെയ്ത് കാട്ടാനകളുടെ കൃത്യമായ എണ്ണം കണ്ടെത്താനാവുമെന്നാണ് അധികൃതരുടെ കണക്കുകൂട്ടൽ. ലഭിക്കുന്ന വിവരങ്ങൾ വിശകലനം ചെയ്ത് കാട്ടാനകളുടെ കൃത്യമായ എണ്ണം കണ്ടെത്താനാവുമെന്നാണ് അധികൃതരുടെ കണക്കുകൂട്ടൽ. അടുത്ത മാസം 23-ന് കരട് റിപ്പോർട്ടും ജൂലൈ 9-ന് അന്തിമ റിപ്പോർട്ടും നൽകാനാണ് തീരുമാനം. കേരളത്തിൽ ഇതിനു മുൻപ് 2022-ലാണ് കാട്ടാനകളുടെ കണക്കെടുപ്പ് നടത്തിയത്. അന്നത്തെ കണക്കെടുപ്പിൽ പുറത്തു വന്ന കാട്ടാനകളുടെ എണ്ണത്തിൽ പൊരുത്തക്കേടുണ്ടെന്ന് പരക്കെ ആരോപണം ഉയർന്നിരുന്നു. ആനകളുടെ എണ്ണം വളരെ കുറച്ചു കാണിച്ചു എന്നായിരുന്നു പ്രധാന ആക്ഷേപം. ഇത്തവണത്തെ കണക്കെടുപ്പ് കുറ്റമറ്റതാക്കാനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തിയെന്നും ഇതുമൂലം വനമേഖലകളിലെ ആനകളുടെ കൃത്യമായ എണ്ണം തിട്ടപ്പെടുത്താനാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും അധികൃതർ അറിയിച്ചു. M4 മലയാളം, കൊച്ചി.